ഇതിനായി നമ്മൾക്ക് ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻ ബിങ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ബിങ് എന്ന് സെർച്ച് ചെയ്താൽ ഇത്തരം ഒരു ഐക്കൺ ലഭിക്കും. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആദ്യമായി ബിങ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നോട്ടിഫിക്കേഷൻ അലോ ചെയ്യണോ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അലോ ചെയ്യാം, ഇല്ലെങ്കിൽ അത് അലോ ചെയ്യാതിരിക്കാം. ബിങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഓക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ലൊക്കേഷൻ ഡാറ്റ അവർ ചോദിക്കും. ഓൺലി ദിസ് ടൈം എന്നാണ് ഞാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ബിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇതേപോലെ കാണാം, അല്ലെങ്കിൽ ഈ രീതിയിൽ കാണാം. നമുക്ക് കോ പൈലറ്റ് എന്ന് പറയുന്ന സംവിധാനമാണ് ഉപയോഗിക്കേണ്ടത്. അതിനായി സെൻറ്ററിലുള്ള കോ പൈലറ്റ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് പ്രസ് ചെയ്യുക. തുടർന്ന് നമുക്ക് ആവശ്യമുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പ്രോംപ്റ്റ് നൽകേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ ഇതേപോലെയുള്ള ഒരു ചിത്രം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ആവശ്യമായ പ്രോംപ്റ്റാണ് നമ്മൾ നൽകേണ്ടത്. ഈ കേരള പശ്ചാത്തലത്തിലുള്ള ഒരു ക്ലാസ് മുറിയിലെ കുട്ടിയെയാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. അതിനായി നൽകേണ്ട പ്രോംപ്റ്റ് എന്താണെന്ന് നോക്കാം. ആദ്യം ക്രിയേറ്റ് ഇമേജ് എന്ന് നൽകുക. ശേഷം നമ്മുടെ പ്രോംപ്റ്റ് വിവരങ്ങൾ വിശദമായി നൽകുക. ഈ ഭാഗത്തായി അല്പം സമയമെടുത്ത് ഇമേജ് ജനറേറ്റ് ചെയ്തു വരുന്നതായി കാണാം. നമുക്ക് മനോഹരമായ ചിത്രങ്ങൾ ലഭിച്ചു. ഇവ ഓരോന്നും നമുക്ക് ആവശ്യാനുസരണം ഡൗൺലോഡ് ചെയ്യാം. അതിനായി ചിത്രത്തിലേക്ക് പ്രസ് ചെയ്യുക. ഈ ചിത്രം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മുകളിൽ കാണുന്ന 3 ഡോട്ട് പ്രസ് ചെയ്യുക. തുടർന്ന് ഡൗൺലോഡ് എന്ന് പറയുന്ന ഭാഗം അമർത്തുക. ഈ ചിത്രം നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും. വീണ്ടും ഡൗൺലോഡ് ചെയ്തതായി കാണുന്നില്ലെങ്കിൽ ഈ ചിത്രത്തിലേക്ക് വീണ്ടും വിരലമർത്തി ഡൗൺലോഡ് ഇമേജ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് ഡൗൺലോഡ് ഫയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലിനകത്തേക്ക്, നിങ്ങളുടെ ഗ്യാലറിക്കകത്തേക്ക് ചിത്രം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും. അവ നിങ്ങളുടെ ആവശ്യാനുസരണം പോസ്റ്ററിലോ റീഡിംഗ് കാർഡിലോ എക്സാം പേപ്പറിലോ വർക്ക്ഷീറ്റിലോ ഉപയോഗിക്കാവുന്നതാണ്.